അങ്ങനെ ഇവിടെ സമയം 3 മണിയായിരിക്കാണ് വെളുപ്പിന്. ടെമ്പറേച്ചർ ഉണ്ടാ. നമുക്കിനി അടുത്ത ഷോ കെയ്ൻസിലാണ്. സോ സിഡ്നിയിൽ നിന്ന് കെയ്ൻസിലേക്ക് പോവാട്ടത്. പോയി പുറത്തിറങ്ങിപ്പോ എന്ത് വണ്ടി വണ്ടി എടുത്താ മറ്റേ ഇന്നലെ ഒരു സോങ് ഇല്ലേ, കണക്കണ്ടോ? ഇവിടെ നമ്മൾ തന്നെ ഒട്ടിക്കണം. ഇവിടെ നമ്മൾ തന്നെ ചെയ്യണം, ഇവിടെ ആരും ചെയ്യില്ല. എന്താ ഇവിടെ പ്രതിഭേട്ടാ ഇവിടെ കൊണ്ട് വെളുത്തെല്ലാരും. ഞങ്ങളല്ല എന്ത് പറ്റിയ ഉറക്കമനണ്ട ഉറങ്ങിയിട്ടില്ല. മറ്റേ സോംബി മൂവി ഞാൻ മനുഷ്യനെ ഇനി മേലെ അവിടെ സോംബി വെച്ചോണ്ടോ ഉറങ്ങും മനുഷ്യ ഉറക്കും. സോഫയിൽ നടക്കാണ്ട് സോംബി മൂവി ഏറ്റവും കൂടുതൽ ഇന്ന് കണ്ടവനവനാ. എന്നിട്ട് സോംബി മൂവി നമ്മുടെ നീ ഉറങ്ങിയില്ലേ? നമുക്കൊരു ഗ്രൂപ്പ് എടുക്കാം. അങ്ങനെ 3 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ് കെയ്ൻസിൽ എത്തിയിട്ട് നമ്മൾ എല്ലാവരും നല്ല ഉറക്കക്ഷീണത്തിലാണ്. നടന്നപ്പോ അമ്മ വേടനെ മറന്നുപോയി ഗൈസ്. വേടൻ താങ്കളെ മറന്നുപോയി. ഞങ്ങൾ we are waiting for my keyboard. അതോടെ ആയിരിക്കും വരാം. വന്നിട്ടില്ല. ഇപ്പൊ നാട്ടിൽ വന്ന അവസ്ഥയായി. ഇവിടെ ഭയങ്കര നാട്ടിലത്തെ വൈബാണ്. ചൂടാണ് ഗൈസ്. ചെക്കൻ എക്സൈറ്റഡ് ആയി പോലെ മിസ്സായി എനിക്ക്. അതിന്റെ സ്ഥലമില്ല. നമുക്ക് വേറെ വണ്ടിക്കാം. വരുന്നത് വണ്ടികളാണെങ്കിൽ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്നും പറഞ്ഞത് വേൾഡിലെ ഏറ്റവും വലിയ റീഫാണ്. നമുക്ക് എവിടെ വേണേ പോകാം. കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ വന്നപ്പോ ഇത് തന്നെ. അയ്യോ കൊച്ചി എയർപോർട്ട് എത്തിയോണ്ട് കൊച്ചി എത്തി. ഒരു വ്യത്യാസമുണ്ട്, ഫോണില്ല, സ്മെല്ലൊന്നും പിന്നെ ഇത് റബിഷ് ഒന്നുമില്ല. അതിനാദ്യം നമ്മൾ നിന്നോണം. നമ്മളുടെ ആറ്റിറ്റ്യൂഡുകൾ മാറണം. ആൾക്കാരുടെ മനോഭാവം. നമ്മളെല്ലാം മലയാളികളാണ്, പക്ഷെ നമ്മളതിൽ ഒത്തിരി മാറേണ്ട കാര്യങ്ങളൊന്നും ഉണ്ട്. പക്ഷെ ആരും പാലിക്കപ്പെടുന്നില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം ഇതാണ്. ഇവർ 60 സോണാണ്, 60 പോവുള്ളൂ. അങ്ങനെയാണോ? ഒരുപാട് ദൂരം ഉണ്ടോ?
ഇല്ല, വീട്ടിലേക്ക് ആക്ച്വലി 15 മിനിറ്റേ ഉള്ളൂ, 10 മിനിറ്റേ ഉള്ളൂ. Okay. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകും. കഴിക്കാൻ പോണം. ഓക്കെ. കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോയി പിന്നെ നമുക്ക് ഉറങ്ങാം, റിലാക്സ് ചെയ്യാം. തോടുകളാ. നെക്സ്റ്റ് പരിപാടി, വാട്ട് ഇസ് ദ നെക്സ്റ്റ് പരിപാടി? ഫുഡ്. നമ്മൾ ചില്ലറക്കാരല്ല, കാണിച്ചു തരാം. കണ്ടില്ലേ, നോക്കൂ. ഞാൻ മൃദുല ഒറിജിനൽ, വേദ ഒറിജിനൽ. എസ്തെറ്റിക് മണം. ഫാമിൽ നിന്നാണ് ഏത്തക്ക മേടിച്ചോണ്ട് ഫാമിൽ. എടാ താക്കോലടിച്ചേ, മൂടാടാ ഇത്. താക്കോല നിന്നൊക്കെ പേടിച്ചിട്ടാണ്. അതെ. ലെക്ചറി ലൈഫാണല്ലോ, ലെക്ചറി ലൈഫ്. എല്ലാം ലെഗോസ് ആണല്ലോ. അവൻ ഭയങ്കര ലെഗോ ക്രൈസാ. താഴെ ഒരെണ്ണം കോൺകോഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നു. വലിയ ഞാനോട് വരാം. നിങ്ങൾ വരുന്നു, അവിടെ കാണാൻ വരുന്നു. അവിടെ കാണാൻ വരണ്ട, പിന്നെ അവിടെ നിൽക്കും. ആ ആയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ പോളക്കുട്ടൻ വേദിയായിട്ട് ഭയങ്കര കൂട്ടായി. താഴത്തേക്ക് നോക്കിയേ. ബൈ ബൈ. നമ്മുടെ സ്റ്റേ വരുന്നത് ഇവിടെ നിന്ന് ഇനി ഒരു അരമണിക്കൂറുണ്ട്. പ്ലേസ് ഒന്നും ഒരു രക്ഷയിലിട്ട, ഭയങ്കര പച്ചപ്പ്. നമ്മൾ ശരിക്കും നാട്ടിൽ നിന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് നമുക്ക് അറേഞ്ച് ചെയ്തേക്കണ വീടട്ടാ. സോ ഡ്രസ്സൊക്കെ മാറി നമ്മൾ നല്ല ടയേർഡാണ്, ഒന്നും ഉറങ്ങിയിട്ടില്ല. ഫ്ലൈറ്റിൽ കുറച്ച് നേരം ഉറങ്ങി, വന്ന വയ്ക്ക് കുറച്ച് നേരം ഉറങ്ങി, അങ്ങനെയൊക്കെ ഉള്ളൂ. ഇത് കുറച്ച് നേരം ഉറങ്ങട്ടെ. അയ്യോ സൈഡായി. ഞങ്ങള് ഭയങ്കര ടെൻഷനിലാണ് ഗൈസ്. കാരണം ഞാൻ കാണിച്ചു തരാം. വണ്ടി ഓടിക്കണം. കൊല്ലടി വലിയ പുള്ളിയ. ഇന്റർനാഷണൽ ലൈസൻസ്, ദുബായ് ലൈസൻസ്, ഇന്ത്യൻ ലൈസൻസ് എല്ലാം. ഇവിടെ കുഴപ്പമില്ലല്ലോ. പക്ഷെ വരാൻ പോകുന്നല്ലേ. അപ്പൊ അത് അതിന്റെ വ്യൂ അല്ലേ. ഇതെല്ലാം ഓൾറെഡി സോൾഡ് ആയിട്ടിരിക്കണം. അത് മലയാളികളെല്ലാം മേടിച്ചിട്ടുണ്ട്. സ്ട്രൈറ്റ് ആണോ? നമുക്ക് സ്ട്രേറ്റ് ഹൈവേ ആണ്. ഓക്കെ. മേടിച്ചിട്ടുണ്ടോ? എനിക്കാ വണ്ടിയല്ലേ ഡിഫൻഡർ. ഇവിടെ റോഡ് സൈഡിലൊക്കെ ഫുള്ള് കരിമ്പ് കൃഷിയാണ് ട്ടാ. നേരം നമ്മുടെ വീട്ടിലേക്കാണ് രാവിലെ സൂര്യൻ വെച്ച് വരുന്നതിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് നന്നായിട്ട് എൻജോയ് ചെയ്യൂട്ടാ. ശരി, അതൊക്കെ ചെയ്യും. എഴുന്നേറ്റ് അതെ, എൻ്റെ ബാക്കിൽ കാണുന്നത് മദ്യത്തിൻ്റെ കുപ്പികളാണ് കേട്ടോ. ഇത് ലിക്കറിൻ്റെ സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പറല്ലേ, ഫുള്ള് തന്നെ അടിച്ച് കിണ്ടിയാവാം. അല്ലടാ, അടിച്ച് കിണ്ടിയാവാം. ഓൾറെഡി കിണ്ടിയായിട്ടിരിക്കുകയാണ് അല്ലേ, ഉറക്കം വന്നിട്ട്. അയ്യോ കിളിപോട്ടിരിക്കുകയാണ്. എപ്പോ ഉറക്കൊക്കെ ഉണ്ട്. ഇതെല്ലാം ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ചിപ്സ് ഒക്കെയാണ്. ഇത് കെയ്ൻസിലൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്, ഈ ലൈറ്റ് കാണാൻ. നമ്മൾ തിരിച്ച് ഫസ്റ്റ് കണ്ട വീട്ടിലേക്ക് പോകട്ടെ. ഇന്നത്തെ ഫുഡ് അവിടെയാണ് അറേഞ്ച് ചെയ്തേക്കണേ.
ശരിക്കും ഈ ഒരു 6 o'clock കഴിയുമ്പോഴാണ് ഇങ്ങനെയാണ് നാട്ടിലത്തെ പോലെ. സമയം ചില സമയത്ത് പെട്ടെന്ന് സന്ധ്യയാവും. ഇതിപ്പോൾ നമ്മൾ പിക്ക് ചെയ്യാൻ വന്ന ജോംസ് ചേട്ടൻ്റെ വീട്ടിലാണ്. ആകെ മ്യൂസിക് ഭയങ്കര ക്രേസ് ആട്ടാ, അതുകൊണ്ട് തന്നെ തിയേറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രുതിയാണെങ്കിൽ പോളായിട്ട് സെറ്റായി. അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടാ അവിടെ നിന്ന്. ഗുഡ് നൈറ്റ് ബൈ. കുഞ്ഞു രാവിലെ ബൈ. പഴനിന്ന് മേലേന്ന് നോക്കുന്ന പോലെയാണ്.